ദേശികവാരചാരുപാദപങ്കജം നിത്യം ആശയവിശുദ്ധിക്കായി നമിപ്പൂ സദാ നേരം. ആശ പോലെന്നുദ്യമം സാധിക്കാൻ സർവലോകദേശികാകനിയണമാനന്ദമൂർത്തേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും ഔഷധ സാഗരത്തിലേക്ക് സ്വാഗതം. അതായത് ദേശികവാര ചാരുപാദ പങ്കജം നിത്യം ആശയവിശുദ്ധിക്കായി നമിപ്പൂ സദാനേരം. അതായത് ദേശിക അതായത് ആ കൃഷ്ണനായിട്ടുള്ളവൻ്റെ 3 പാദങ്ങൾ വളർന്നിട്ടുള്ള, അതായത് ആകാശവും ഭൂമിയും പാതാളവും, ഈ മൂന്നിനെയും അവരുടെ ഭഗവാന്റെ ആ പാദമാകുന്ന അരവിന്ദം കൊണ്ട് സ്പർശിച്ചിട്ടുള്ളത്. അതാണ് ദേശിക വാര ചാരു പാദപങ്കജം നിത്യം ആശയവിശുദ്ധിക്ക്, എൻ്റെ ആശയത്തിന് വിശുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി, ആശയവിശുദ്ധിക്കായി നമിപ്പൂ സദാനേരം. എല്ലാ സമയത്തും ഞാൻ അതിനു വേണ്ടി നമിച്ചുകൊണ്ടിരിക്കുന്നു. നമിപ്പൂ സദാകാലം. ആശ പോലെ ഉദ്യമം സാധിക്കാൻ, എൻ്റെ ആശയ്ക്കനുസരിച്ചിട്ടുള്ള ഉദ്യമം, അല്ലെ നമ്മുടെ ഓരോരുത്തരുടെയും ആശയ്ക്കനുസരിച്ചിട്ടുള്ള ഉദ്യമം സാധിക്കാൻ ഈ സർവലോക ദേശികനായ കൃഷ്ണനെ ഞാൻ നമിച്ചുകൊള്ളുന്നു, സ്മരിച്ചുകൊള്ളുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഉഷയും അലംബുഷയും ഗാന്ധാരിയും എന്നീ പറയുന്ന 3 കണ്ണിലെ നാഡികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതായത് അതിൻ്റെ പദ്യം ഇങ്ങനെയാണ് എഴുതുന്നത്. അതായത് പൃഷ്ഠേ തതുദ്ഗമ്യ കപാലരന്ധ്രേ മുട്ടിട്ടു കീഴ്പോട്ടും ഒരൽപ്പമങ്ങനെ തൂങ്ങിക്കിടക്കുന്നു ഉഷയെന്ന നാടേ. കണ്ണും വലത്തേതെന്നറിയും ഇടത്തു ഭാഗത്തതുപോലെ തന്നെ അലംബുഷ കണ്ണിനോടൊത്ത ഗാമിനി കാന്താരിയും പിങ്കലയോടുകൂടി സുഷുമ്ന തന്നന്തികേയും ഗമിച്ചും. അതായത് ഞാനീ പറഞ്ഞ 3 നാഡികളാണ്. അതിൽ ഒന്നാണ് ഞാനീ പറഞ്ഞത് കണ്ണിനുണ്ടാകുന്ന വലത്തുവശത്തുള്ള ഉഷയെന്ന നാഡിയും, ഇടത്തുവശത്തുള്ള അലംബുഷ എന്ന നാഡിയും, പിന്നെ ഗാന്ധാരി എന്ന നാഡിയ, തലച്ചോറിലേക്കുള്ള ഗാന്ധാരി എന്ന നാഡിയും. അങ്ങനെ 3, അതാണ് ഈ 3 നാഡിയും കൂടെ സുഷുമ്നയായിട്ട് യോജിച്ച് പിങ്കല എന്ന് പറയുന്നതുമായി യോജിച്ചിട്ട് ആ സുഷുമ്നയിൽ ചെന്ന് ഭവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ അതിനെക്കുറിച്ച് അത് ഉണ്ടാക്കാനുള്ള, അതായത് നമ്മൾ അതിന് പറയുന്ന ഇതാണ് നേത്ര പരിപാലന ചൂർണ്ണം എന്ന്. അതായത് വെറും നേത്ര പരിപാലനമല്ല, ബൃഹത് നേത്ര പരിപാലന ചൂർണ്ണമാണിത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടായെങ്കിൽ നിങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞാൽ, അതുകൊണ്ട് കണ്ണിൻ്റെ ഇത് കണക്ക് മാറാരോഗങ്ങളോ കണ്ണിൻ്റെ 10ാം ശിരോപനാടിക്കുണ്ടായിട്ടുള്ള നാടികൾക്കുണ്ടായിട്ടുള്ള ബലഹീനയോ തലച്ചോറിനുണ്ടായിട്ടുള്ള കുഴപ്പങ്ങളോ അതിനെല്ലാത്തിനും കൂടെയുള്ള, അതിനുകൊണ്ടാണ് ഇതിന് നേത്ര പരിപാലന ചൂർണ്ണം എന്നുള്ളത്. ബൃഹത് നേത്ര പരിപാലന ചൂർണ്ണമാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ കൃത്യമായിട്ടും ഇത് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്, എങ്കിലും ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ പറഞ്ഞാൽ ഇത് ഉണ്ടാക്കേണ്ട വിധങ്ങളും ഇതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കിത് ഉണ്ടാക്കാതെ ഇത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും നേത്ര സംബന്ധമായിട്ടുള്ള കുഴപ്പങ്ങളുള്ളവർക്കും നമ്മളുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബൃഹത് നേത്ര പരിപാലന ചൂർണ്ണം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ പറയാം. അതിൻ്റെ 99 61 87 62 95. അടുത്തൊരു നമ്പർ പറയാം, 62 38 49 76 07. ഇങ്ങനെ ഈ 2 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണുന്ന എല്ലാ സർവ്വജനങ്ങൾക്കും ഈ ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.